പ്രിയ വിദ്യാർത്ഥികളെ, 7ാം ക്ലാസ് ഇംഗ്ലീഷ് പാഠപുസ്തകത്തിലെ 6ാം യൂണിറ്റിൽ സുപ്രസിദ്ധ ഇംഗ്ലീഷ് ഹ്യൂമറിസ്റ്റ് സ്റ്റീഫൻ ലീകോക്ക് രചിച്ച രസകരമായ ഒരു കഥയുണ്ട്, മൈ ഫൈനാൻഷ്യൽ കരിയർ. ഈ കഥ വിശദീകരിക്കുന്ന വീഡിയോയിലേക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും ഹൃദ്യമായ സ്വാഗതം. ഹ്യൂമർ ഈസ് പ്രസന്റ് ഇൻ ദ ഡെയിലി ആക്ടിവിറ്റീസ് ഓഫ് അവർ ലൈഫ്. നമ്മുടെ ജീവിതത്തിൽ നിത്യേനയുള്ള പ്രവർത്തനങ്ങളിൽ പോലും മിക്കപ്പോഴും ഹാസ്യത്തിൻ്റെ സന്ദർഭങ്ങളുണ്ടാകും. ഈവൻ ഇൻ വെരി സീരിയസ് സിറ്റുവേഷൻസ് ദർ ക്യാൻ ബി ഇൻസ്റ്റൻസസ് ഓഫ് ഹ്യൂമർ. വളരെ ഗൗരവതരമായ കാര്യങ്ങളിൽ പോലും ശ്രദ്ധിക്കുകയാണെങ്കിൽ നർമ്മത്തിൻ്റെ ഉദാഹരണങ്ങൾ നമുക്ക് കണ്ടെത്താൻ കഴിയും. ഹിയർ ഈസ് ആൻ എക്സാമ്പിൾ, റീഡ് ഓൺ. അത്തരമൊരു മുഹൂർത്തത്തിൻ്റെ ഉദാഹരണം ഇതാ ഇവിടെ, വായിച്ചു നോക്കുക. ഈ രസകരമായ കഥ രചിച്ച സ്റ്റീഫൻ ലീകോക്കിനെ ഒന്ന് പരിചയപ്പെടാം. സ്റ്റീഫൻ ബട്ട്ലർ ലീകോക്ക്, born in 1869 and died in 1944, is an English-born Canadian teacher, writer and humorist. ഇംഗ്ലീഷുകാരനായി ജനിച്ച, പിന്നീട് കാനഡയിലേക്ക് താമസം മാറിയ കനേഡിയൻ അധ്യാപകനും എഴുത്തുകാരനും ഹ്യൂമറിസ്റ്റുമാണ് സ്റ്റീഫൻ ലീകോക്ക്. He is known for his light humor and criticism of people's follies. ജനങ്ങളുടെ വിഡ്ഢിത്തം, ജനങ്ങളുടെ അബദ്ധങ്ങൾ, അതിനെയൊക്കെ പരിഹസിച്ചുകൊണ്ടുള്ള ഹാസ്യാത്മകമായ രചനകൾക്ക് ഏറെ സുപ്രസിദ്ധനാണ് സ്റ്റീഫൻ ലീകോക്ക്. His notable works are Sunshine, Sketches of a Little Town, Arcadian Adventures with the Idle Rich, etc. ഇതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ഏറെ പ്രസിദ്ധമായ രചനകൾ. The Stephen Leacock Memorial Medal for Humor was instituted in his honor. സ്റ്റീഫൻ ലീകോക്കിനെ ആദരിച്ചുകൊണ്ടാണ് ഹാസ്യത്തിന് സ്റ്റീഫൻ ലീകോക്ക് മെമ്മോറിയൽ മെഡൽ എന്ന അവാർഡ് സ്ഥാപിച്ചത്. ഇനി നമുക്ക് കഥ വായിക്കാം. മൈ ഫൈനാൻഷ്യൽ കരിയർ. കരിയർ എന്ന പദത്തിന് സാധാരണമായ അർത്ഥം നൽകാറുള്ളത് എ ജോബ്. ഒരു വ്യക്തിയുടെ ജീവിതോപാധിയായി അദ്ദേഹം തിരഞ്ഞെടുക്കുന്ന എ ലോങ് ടേം ജോബ്, ദീർഘകാലത്തേക്കുള്ള അദ്ദേഹത്തിൻ്റെ ഒരു തൊഴിൽ. ഇവിടെ രസകരമായി ഈ ടൈറ്റിൽ അദ്ദേഹം പറയുന്നത് മൈ ഫൈനാൻഷ്യൽ കരിയർ, എൻ്റെ സാമ്പത്തികമായ ഒരു ഇടപെടൽ, അതിനെക്കുറിച്ചാണ്. When I go into a bank, I get nervous. ഞാൻ എപ്പോഴെങ്കിലും ഒരു ബാങ്കിലേക്ക് പോകുമ്പോൾ അപ്പോൾ തന്നെ ഞാൻ ആകെ നെർവസ് ആകുന്നു, ആകെ ആങ്ഷ്യസ് ആകുന്നു, അല്ലെങ്കിൽ വറീഡ് ആകുന്നു, ആകെ അസ്വസ്ഥനാകുന്നു. ദ ക്ലർക്സ് മേക്ക് മീ നെർവസ്. ബാങ്കിലെ ഉദ്യോഗസ്ഥർ, അവിടെയുള്ള ക്ലർക്സ്, അവരെ കാണുമ്പോൾ ഞാൻ ആകെ നെർവസ് ആകും, അവരെന്നെ നെർവസ് ആക്കും. The little windows at the counters make me nervous. ബാങ്കുകളിൽ പണമിടപാടുകൾ നടത്തുന്ന ചെറിയ വിൻഡോസ്, അതും കാണുമ്പോൾ ഞാൻ ആകെ നെർവസ് ആകും, അതെന്നെ അസ്വസ്ഥനാക്കും. The sight of the money makes me nervous. ബാങ്കിലെ പണം കാണുമ്പോഴും ഞാൻ നെർവസ് ആകും. Everything makes me nervous. ചുരുക്കത്തിൽ ഓരോ കാര്യവും, എല്ലാം എന്നെ അസ്വസ്ഥനാക്കും. Nevertheless, I had to go to the bank. എന്നിട്ടും എനിക്കൊരിക്കൽ ബാങ്കിൽ പോകേണ്ടി വന്നു. Nevertheless means yet, in spite of the fact. അങ്ങനെയൊക്കെ ആയിരുന്നിട്ടും എന്നാണ് അർത്ഥം. നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നിട്ടും എനിക്ക് ഒരിക്കൽ ബാങ്കിലേക്ക് പോകേണ്ടി വന്നു. There was a fair increase in my salary. ഈ അടുത്ത കാലത്ത് എൻ്റെ സാലറിയിൽ, എൻ്റെ ശമ്പളത്തിൽ തരക്കേടില്ലാത്ത ഒരു വർധനവ് ഉണ്ടായി. ഇൻക്രീസ്, വർധനവ്. ഐ വാണ്ടഡ് ടു ഡെപ്പോസിറ്റ് ദ മണി വിത്ത് എ ബാങ്ക്. അങ്ങനെ എനിക്ക് ലഭിക്കുന്ന പണം ബാങ്കിൽ നിക്ഷേപിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. ഐ ഫെൽറ്റ് ദാറ്റ് ദ ബാങ്ക് വാസ് ദി ഓൺലി പ്ലേസ് ഫോർ ഇറ്റ്. ആ പണം നിക്ഷേപിക്കാനുള്ള ഏക സ്ഥലം ബാങ്ക് ആണെന്ന് എനിക്ക് തോന്നി. അങ്ങനെയാണ്
ഞാൻ ഒരിക്കൽ ബാങ്കിൽ പോയത്. ഐ വാക്ക്ഡ് ഇൻ വിത്ത് ഡ്രാഗിങ് ഫീറ്റ്. ഞാൻ ബാങ്കിലേക്ക് എൻ്റെ കാലുകളെ വലിച്ചുകൊണ്ടാണ് നടന്നു കയറിയത്. എന്ന് വെച്ചാൽ ഒട്ടും ആവേശമില്ലാതെ അല്പം ഭയപ്പാടോടുകൂടി ആങ്ഷ്യസ് ആയിക്കൊണ്ട് തന്നെയാണ് ഞാൻ ബാങ്കിലേക്ക് കയറി ചെന്നത്. ആൻഡ് ലുക്ക്ഡ് ഷൈലി അറൗണ്ട് അറ്റ് ദ ക്ലർക്സ്. അവിടെയുള്ള ഉദ്യോഗസ്ഥരായിട്ടുള്ള ക്ലർക്സിന് നേരെ നാണത്തോടു കൂടിയാണ് നോക്കിയത്. ഷൈലി മീൻസ് വിത്ത് ഷൈനസ്, അല്പം ലജ്ജയോടെ, നാണത്തോടെ. ഐ ഹാഡ് an idea that a person about to open an account must consult the manager. എൻ്റെ മനസ്സിലൊരു ധാരണയുണ്ടായിരുന്നു. ഐ ഹാഡ് an idea, എനിക്ക് ഒരു വിശ്വാസം, ഒരു ധാരണയുണ്ടായിരുന്നു, ഒരു ആശയം. ബാങ്കിൽ ഒരു അക്കൗണ്ട് തുറക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് തീർച്ചയായും മാനേജറെ കാണേണ്ടി വരും. കൺസൾട്ട് ദ മാനേജർ. ഐ വെന്റ് അപ് ടു എ കൗണ്ടർ മാർക്ക്ഡ് അക്കൗണ്ടന്റ്. അക്കൗണ്ടന്റ് എന്ന് ബോർഡ് വെച്ചിട്ടുള്ള, എഴുതി വെച്ചിട്ടുള്ള ഒരു കൗണ്ടർ ലക്ഷ്യമാക്കി ഞാൻ നടന്നു ചെന്നു. ദി അക്കൗണ്ടന്റ് വാസ് എ ടോൾ കൂൾ ഫെലോ. നല്ല ഉയരമുള്ള ശാന്തനായ ഒരു വ്യക്തിയായിരുന്നു അക്കൗണ്ടന്റ്. ദ വെരി സൈറ്റ് ഓഫ് ഹിം മെയ്ഡ് മീ നെർവസ്. അയാളെ കണ്ടതോടുകൂടി ഞാൻ നെർവസായി, ഞാൻ അസ്വസ്ഥനായി. മൈ വോയിസ് വാസ് ഡീപ്പ് ആൻഡ് ഹോളോ. എൻ്റെ ശബ്ദം പോലും വളരെ ഗാഢമായി, എന്നാൽ ശൂന്യമായി. ഞാൻ പറയുന്നത് അർത്ഥശൂന്യമായ രൂപത്തിലുള്ള വാക്കുകൾ വേണ്ട വിധം വ്യക്തതയില്ലാത്ത രൂപത്തിലായി മാറി. ഞാൻ ആകെ അസ്വസ്ഥനായിരുന്നു. ഏതായാലും ആ കൗണ്ടറിൽ ചെന്ന് അക്കൗണ്ടന്റ് എന്ന വ്യക്തിയോട് ഞാൻ സംസാരിക്കാൻ തുടങ്ങി. Can I see the manager? I said, and added solemnly, alone. എനിക്ക് മാനേജർ എന്ന് കാണാമോ? ഞാൻ അയാളോട് ചോദിച്ചു. പക്ഷെ ചോദിച്ച ഉടനെ തന്നെ ആഡഡ് ആ വാക്കിനോട് കൂട്ടിച്ചേർത്തു, സോലംലി, കുറച്ച് ഗൗരവത്തിൽ തന്നെ. എലോൺ, തനിച്ചാണ് കാണേണ്ടത്. എനിക്ക് മാനേജറെ ഒറ്റയ്ക്കൊന്ന് കാണാൻ സാധിക്കുമോ? ഐ ഡോണ്ട് നോ വൈ ഐ സെഡ് എലോൺ. എലോൺ എന്ന ആ പദം, ഒറ്റയ്ക്ക്, അത് ഞാൻ എന്തിനാണ് പറഞ്ഞത് എന്ന് എനിക്ക് തന്നെ അറിയില്ല. അറിയാതെ അങ്ങ് പറഞ്ഞുപോയി. സെർട്ടൻലി സെഡ് ദി അക്കൗണ്ടന്റ്. തീർച്ചയായും താങ്കൾക്ക് മാനേജറെ ഒറ്റയ്ക്ക്, തനിച്ച് കാണാം, അദ്ദേഹം മറുപടി പറഞ്ഞു. ദ മാനേജർ വാസ് എ ഗ്രേവ് കാം മാൻ. മാനേജർ വളരെ ഡിഗ്നിഫൈഡ് ആയിട്ടുള്ള, വളരെ അന്തസ്സുള്ള, സീരിയസ്, ഗൗരവത്തിലുള്ള, എന്നാൽ കാം മാൻ, വളരെ ശാന്തനായ ഒരു വ്യക്തിയായിരുന്നു. ഞാൻ അയാളുടെ അടുക്കൽ ചെന്ന് ചോദിച്ചു, ആർ യു ദ മാനേജർ? ഐ ആസ്ക്ഡ്. താങ്കളാണോ മാനേജർ? ഞാൻ ചോദിച്ചു. യെസ്, ഹി സെഡ്. അതെ, ഞാനാണ് മാനേജർ, അദ്ദേഹം മറുപടിയും പറഞ്ഞു. കൻ ഐ സീ യു? ഐ ആസ്ക്ഡ് എലോൺ. എനിക്ക് താങ്കളെ ഒറ്റയ്ക്കൊന്ന് കാണാമോ? ഞാൻ ചോദിച്ചു. ഐ ഡിഡ്ന്റ് വാണ്ട് ടു സേ എലോൺ അഗൈൻ. വീണ്ടും എലോൺ എന്നുള്ള പദം ആ ചോദ്യത്തോടൊപ്പം ചേർക്കാൻ ഞാൻ ഉദ്ദേശിച്ചിരുന്നില്ല. ബട്ട് ഐ കുഡിൻറ്റ് ഹെൽപ്പ് ഇറ്റ്. പക്ഷേ എനിക്കത് ഒഴിവാക്കാൻ കഴിഞ്ഞില്ല. കുഡിൻറ്റ് ഹെൽപ്പ് എന്നുള്ളതൊരു പ്രയോഗമാണ്. അത് കഴിഞ്ഞ് നാം പറയുന്ന കാര്യം, ആ പറയുന്ന കാര്യം നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല, ഒഴിവാക്കാൻ കഴിഞ്ഞില്ല എന്നർത്ഥത്തിൽ. ഇവിടെ ഐ കുഡിൻറ്റ് ഹെൽപ്പ് സെയിങ് ഇറ്റ്. എലോൺ എന്ന പദം പറയാതിരിക്കാൻ എന്നെക്കൊണ്ട് കഴിഞ്ഞില്ല. ഞാൻ അറിയാതെ തന്നെ അങ്ങ് പറഞ്ഞുപോയി. എനിക്ക് താങ്കളെ ഒറ്റയ്ക്കൊന്ന് കാണാമോ? ദ മാനേജർ ലുക്ക്ഡ് അറ്റ് മീ ഇൻ സം അലാം. ഈ ചോദ്യം കേട്ട് മാനേജർ അല്പം ഭയപ്പാടോടുകൂടി, ഒരു ഞെട്ടലോടുകൂടിയാണ് എന്നെ ഒന്ന് നോക്കിയത്. അലാം, ഷോക്ക്. ഹി ഫെൽറ്റ് ദാറ്റ് ഐ ഹാഡ് എ ടെറിബിൾ സീക്രട്ട് ടു റിവീൽ. ഒരുപക്ഷെ അദ്ദേഹത്തിന് തോന്നിയിരിക്കാം, എന്തോ ഒരു ഭീകരമായ രഹസ്യം ഓപ്പൺ ചെയ്യാനുണ്ട്, അത് തുറന്നു പറയാനുണ്ട് എനിക്ക് എന്ന് അദ്ദേഹത്തിന് തോന്നിയിരിക്കാം. അതാണ് ഞാൻ ഒറ്റയ്ക്ക് കാണാമോ എന്ന് ചോദിച്ചത്. റിവീൽ, ഓപ്പൺ, ഒരു സീക്രട്ടൊക്കെ പരസ്യമാക്കുക, തുറന്നു പറയുക. അദ്ദേഹം അങ്ങനെ ധരിച്ചിരിക്കാം. കം ഇൻ ഹിയർ, ഹി സെഡ്. മാനേജർ എന്നോട് അകത്തേക്ക് കടന്നു ചെല്ലാൻ പറഞ്ഞു. ആൻഡ് ലെഡ് ദ വേ ടു എ പ്രൈവറ്റ് റൂം. എന്നിട്ട് അദ്ദേഹം എന്നെ ഒരു പ്രൈവറ്റ് മുറിയിലേക്ക്, ഒരു സ്വകാര്യ മുറിയിലേക്ക് നയിച്ചു. ലെറ്റ്, ലീഡ് എന്നതിൻ്റെ പാസ്റ്റ് ഫോം, ലെറ്റ്, നയിച്ചു. ഹി ടേൺ ദ കീ ഇൻ ദ ലോക്ക്. ഡോറിൻ്റെ ലോക്കിൽ തന്നെ കിടന്നിരുന്ന ആ കീ
അതിൻ്റെ താക്കോൽ തിരിച്ച് അത് പൂട്ടി. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, വി ആർ സേഫ് ഫ്രം ഇൻറ്ററപ്ഷൻ ഹിയർ, ഹി സെഡ്. നാം ഇവിടെ ഡിസ്റ്റർബൻസ് ഒന്നുമില്ലാതെ സേഫാണ്. ആരും നമ്മെ ശല്യപ്പെടുത്തില്ല, നമ്മുടെ സംസാരം ആരും ഇൻറ്ററപ്റ്റ് ചെയ്യില്ല, ഡിസ്റ്റർബ് ചെയ്യില്ല എന്നും പറഞ്ഞു. സിറ്റ് ഡൗൺ, അദ്ദേഹം എന്നോട് ഇരിക്കാനും ആവശ്യപ്പെട്ടു. വി ബോത്ത് സാറ്റ് ഡൗൺ ആൻഡ് ലുക്ക്ഡ് അറ്റ് ഈച്ച് അതർ. ഞങ്ങൾ രണ്ടുപേരും ഇരുന്ന് പരസ്പരം മുഖാമുഖം നോക്കി. ഐ ഫൗണ്ട് നോ വോയിസ് ടു സ്പീക്ക്. എനിക്ക് അദ്ദേഹത്തോട് പറയാൻ വാക്കുകൾ കിട്ടിയില്ല. എൻ്റെ ശബ്ദം പുറത്തേക്ക് വന്നില്ല. ഒന്നും പറയാനില്ലാത്ത പോലെയായി. ഞാൻ ആകെ നെർവസ് ആയിരുന്നു. യു ആർ എ ഡിറ്റക്റ്റീവ് ഐ സപ്പോസ്, ഹി സെഡ്. എനിക്ക് തോന്നുന്നു താങ്കൾ ഒരു ഡിറ്റക്റ്റീവ്, ഒരു രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥനാണെന്ന് തോന്നുന്നു. മാനേജർ എന്നെ നോക്കി പറഞ്ഞു. ഐ ആം നോട്ട് എ ഡിറ്റക്റ്റീവ് അറ്റ് ഓൾ. ഞാനൊരു ഡിറ്റക്റ്റീവുമല്ല, ഞാൻ മറുപടിയായി പറഞ്ഞു. ഐ ഹാവ് കം ഹിയർ ടു ഓപ്പൺ ആൻ അക്കൗണ്ട്. ഞാനിവിടെ വന്നത് ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനാണ്. ഐ ഇൻറ്റൻഡ് ടു കീപ് ഓൾ മൈ മണി ഇൻ ദിസ് ബാങ്ക്. എൻ്റെ എല്ലാ സമ്പത്തും, പണം മുഴുവനും ഈ ബാങ്കിൽ നിക്ഷേപിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു, ഞാൻ ഉദ്ദേശിക്കുന്നു. ഇൻറ്റൻറ്റ്, ഉദ്ദേശിക്കുക. ഞാൻ അദ്ദേഹത്തോട് മറുപടി പറഞ്ഞു. ദ മാനേജർ ലുക്ക്ഡ് റിലീവ്ഡ് ബട്ട് സ്റ്റിൽ സീരിയസ്. ഇത് കേട്ട് മാനേജർക്ക് അല്പം ആശ്വാസമുണ്ടായ പോലെ തോന്നി. ഇതുവരെ എന്തോ ഭീകരമായ ഒരു രഹസ്യം പറയാൻ വന്നതാണ് ഞാൻ, അതല്ലെങ്കിൽ ഞാനൊരു ഡിറ്റക്റ്റീവാണ് എന്നൊക്കെയായിരുന്നു മാനേജർ കരുതിയിരുന്നത്. ഞാൻ അക്കൗണ്ട് തുറക്കാൻ വന്ന ഒരാളാണെന്ന് കേട്ടപ്പോൾ മാനേജർക്ക് ആശ്വാസമായി, റിലീവ്ഡ്. ബട്ട് സ്റ്റിൽ സീരിയസ്. എന്നാൽ ഇപ്പോഴും മുഖത്ത് ഗൗരവം ഉണ്ട്. ഗൗരവഭാവം വിട്ടിട്ടില്ല, എന്തോ കാര്യമുണ്ട് എന്ന രൂപത്തിൽ നോക്കി നിന്നു. ഹീ കൺക്ലൂഡഡ് നൗ ദാറ്റ് ഐ വാസ് എ മില്യനർ. ഒരുപക്ഷെ അദ്ദേഹം, മാനേജർ ഇപ്പോൾ എന്നെക്കുറിച്ച് കരുതിയിട്ടുണ്ടാകാം ഞാനൊരു മില്യനർ, ഒരു റിച്ച് മാൻ, ഒരു സമ്പന്നനാണ്, കോടീശ്വരനാണ് എന്ന് കരുതിയിരിക്കാം. കൺക്ലൂഡഡ്, ഊഹിച്ചു. തോട്ട്, കരുതി എന്നൊക്കെ അർത്ഥം. ഞാനൊരു മില്യനറാണ് എന്ന് കരുതിയിരിക്കാം. എ ലാർജ് അക്കൗണ്ട് ഐ സപ്പോസ്, ഹി സെഡ്. ഒരു വലിയ അക്കൗണ്ട് ആയിരിക്കും തുടങ്ങാൻ ഉദ്ദേശിക്കുന്നത് എന്ന് ഞാൻ കരുതുന്നു, മാനേജർ പറഞ്ഞു. ഫെയർലി ലാർജ്. ആ, ഏകദേശം വലിയ അക്കൗണ്ട് തന്നെ. ഐ വിസ്പേർഡ്. ഞാൻ പതിഞ്ഞ സ്വരത്തിൽ മന്ത്രിക്കുന്ന പോലെ മറുപടിയും പറഞ്ഞു. ഐ പ്രപ്പോസ് ടു ഡെപ്പോസിറ്റ് $56 now and $50 a month regularly. ഞാൻ വിശദീകരിച്ച് പറഞ്ഞു. ഐ പ്രപ്പോസ് ടു ഡെപ്പോസിറ്റ്. പ്രപ്പോസ്, ഇൻറ്റൻറ്റ്. ഞാൻ ഡിപ്പോസിറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് $56, ഇപ്പോൾ $56 ആണ്. ആൻഡ് $50 എ മന്ത് റെഗുലർലി. പിന്നീട് അങ്ങോട്ട് കൃത്യമായും ഓരോ മാസവും $50 വീതം ഡെപ്പോസിറ്റ് ചെയ്യും. ഐ കുഡ് സീ ദ മാനേജർ ട്രൈങ് ടു സപ്രസ് എ ലാഫ്. എൻ്റെ ഈ വിശദീകരണം കേട്ടപ്പോൾ മാനേജർ ചിരി അടക്കാൻ ശ്രമിക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചു. ഇത് കേട്ട് മാനേജർക്ക് ചിരി വന്നു, പക്ഷേ അദ്ദേഹം അത് കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. സപ്രസ് എ ലാഫ്, ഒരു ചിരി ഒതുക്കി പിടിക്കുക, അമർത്തുക. ഹി ഗോട്ട് അപ്പ് ആൻഡ് ഓപ്പൺ ദ ഡോർ. അദ്ദേഹം എഴുന്നേറ്റ് വാതിൽ തുറന്ന്. ഹി കോൾ ടു ദി അക്കൗണ്ട്. അദ്ദേഹം നേരെ അക്കൗണ്ടന്റിനെ, മിസ്റ്റർ മോൺഗോമറി, ഹി സെഡ് അൺകൈൻഡ്ലി ലൗഡ്. മാനേജർ അക്കൗണ്ടന്റിനെ പേരെടുത്ത് വിളിച്ചു. അൺകൈൻഡ്ലി ലൗഡ്, അല്പം പരുഷമായ ദേഷ്യത്തോടെ, അല്പം പോലും ദയയില്ലാത്ത വിധം ഉറക്കെ. എന്നിട്ട് അക്കൗണ്ടന്റിനോട് പറയുകയാണ്, ദിസ് ജെന്റിൽമാൻ ഈസ് ഓപ്പണിംഗ് ആൻ അക്കൗണ്ട്. ഇയാൾ ഇവിടെ ഒരു അക്കൗണ്ട് തുറക്കുന്നുണ്ട്. ഹി വിൽ ഡെപ്പോസിറ്റ് $56. അദ്ദേഹം അതിൽ $56 നിക്ഷേപിക്കും. ഗുഡ് മോർണിംഗ്, നല്ല ഐശ്വര്യമുള്ള ഒരു പ്രഭാതം. മാനേജർ ലീകോക്കിനെ കുറിച്ച് അല്പം പരിഹാസത്തോടു കൂടിയാണ് മാനേജറോട് പറയുന്നത്. സാധാരണഗതിയിൽ ഗുഡ് മോർണിംഗ് എന്നുള്ളത് ഒരു വിഷ് എന്ന രൂപത്തിലാണ് പറയാറുള്ളത്. ഇവിടെ ആ അർത്ഥത്തിലല്ല. ഗുഡ് മോർണിംഗ്, നല്ല ഐശ്വര്യമുള്ള ദിവസം. ഒരാൾ വന്ന് രാവിലെ തന്നെ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നു, അതിൽ $56 നിക്ഷേപിക്കും എന്നത് ഒരു പരിഹാസ രൂപത്തിലാണ് മാനേജർ പറയുന്നത്. ഇതെല്ലാം കേട്ട് ഐ റോസ്, ഞാൻ എഴുന്നേറ്റു.
റോസ് എന്നത് റൈസ് എന്നതിൻ്റെ പാസ്റ്റ് ഫോമാണ്, എഴുന്നേറ്റു. ദ മാനേജർ ഷോഡ് മീ ദ വേ ടു ദി അക്കൗണ്ടൻറ്റ്. അക്കൗണ്ടൻറ്റിൻ്റെ അരികിലേക്ക് പോകാനുള്ള വഴി മാനേജർ എനിക്ക് ചൂണ്ടിക്കാണിച്ചു തന്നു. ഐ വെൻ്റ് അപ്പ് ടു ദി അക്കൗണ്ടൻസ് കൗണ്ടർ. ഞാൻ അക്കൗണ്ടൻറ്റിൻ്റെ കൗണ്ടർ ലക്ഷ്യമാക്കി നടന്നു. ആൻഡ് പുഷ് ദ മണി അറ്റ് ഹിം വിത്ത് എ സഡൻ. ഒരു പൊടുന്നനെ ഞാൻ എൻ്റെ കയ്യിലുണ്ടായിരുന്ന പണം അയാൾക്ക് തള്ളിക്കൊടുത്തു. പുഷ്ഡ്, അയാളുടെ നേരെ പെട്ടെന്നങ്ങ് കൈമാറി. ഒരു സഡൻ മൂവ്മെൻറ്റിലൂടെയായിരുന്നു. പൊടുന്നനെ $56 അയാൾക്ക് നേരെ കൊടുത്തു. ക്വിക്ക് മൂവ്മെൻറ്റ് ആസ് ഇഫ് ഐ വർ ഡൂയിങ് എ കാഞ്ചറിങ് ട്രിക്ക്. ഞാനൊരു മാജിക് കാണിക്കുന്ന അതേ വേഗത്തിലായിരുന്നു ആ പണം അക്കൗണ്ടൻറ്റിൻ്റെ കയ്യിലേക്ക് കൊടുത്തത്. കാഞ്ചറിങ് ട്രിക്ക്, മാജിക് ട്രിക്ക്, ഒരു മാന്ത്രിക വിദ്യ. മൈ ഫേസ് വാസ് പെയിൽ ആസ് ഡെത്ത്. എൻ്റെ മുഖം ആകെ വെളുത്തിരുന്നു, വിളറിയിരുന്നു. മുഖത്തു നിന്നും രക്തം വാർന്ന പോലെ, മരണം പോലെ വിളറിയിരുന്നു. ഞാൻ ആകെ നെർവസ് ആയിരുന്നു. മാത്രമല്ല, മാനേജറുടെ ആ പരിഹാസം എനിക്ക് മനസ്സിലായിരുന്നു. ഹിയർ ഐ സെറ്റ്, ഡെപ്പോസിറ്റ് ഇറ്റ്. പണം പെട്ടെന്ന് കൈമാറിക്കൊണ്ട് ഞാൻ അക്കൗണ്ടൻറ്റിനോട് പറഞ്ഞു, ഹിയർ, ഡെപ്പോസിറ്റ് ഇറ്റ്. ഇതാ പണം, ഇവിടെ നിക്ഷേപിച്ചോളൂ. ദ ടോൺ ഓഫ് ദ വേർഡ്സ് സെയിം ടു മീൻ ലെറ്റ്സ് ഡു ദിസ് പെയിൻഫുൾ തിങ്. എൻ്റെ ആ വാക്കുകൾ, ഈ പണം നിക്ഷേപിച്ചോളൂ എന്ന് പറഞ്ഞ ആ വാക്കുകളുടെ സ്വരം, അതിൻ്റെ ധ്വനി എന്തോ ഒരു കടുത്ത പണി നാം ചെയ്യാം എന്ന് പറയുന്ന പോലെയായിരുന്നു. ലെറ്റ്സ് ഡു ദിസ് പെയിൻഫുൾ തിങ്. ഈ വേദനാജനകമായ ഒരു പ്രവൃത്തി ചെയ്യൂ, നമുക്ക് ചെയ്യാം എന്ന് പറയുന്ന പോലെയായിരുന്നു ഈ പണം നിക്ഷേപിച്ചോളൂ എന്ന് പറയുന്നതിൻ്റെ സ്വരം, അതിൻ്റെ ധ്വനി, ടോൺ. ഹി ടുക്ക് ദ മണി ആൻഡ് ഗവ് ഇറ്റ് ടു അനദർ ക്ലർക്ക്. അക്കൗണ്ടൻറ്റ് എന്നിൽ നിന്നും പണം സ്വീകരിച്ച് അത് മറ്റൊരു ക്ലർക്കിന് നേരെ കൊടുത്തു, അദ്ദേഹത്തിലേക്ക് കൈമാറി. ഹി മെയ്ഡ് മീ റൈറ്റ് ദ സം ഓൺ എ പീസ് ഓഫ് പേപ്പർ ആൻഡ് സൈൻ മൈ നെയിം ഇൻ എ ബുക്ക്. അദ്ദേഹം തുക, സംഖ്യ എത്രയാണെന്ന് ഒരു കടലാസിൽ എഴുതാൻ ആവശ്യപ്പെട്ടു. ഒരു ബുക്കിൽ എന്നോട് സൈൻ ചെയ്യാനും ആവശ്യപ്പെട്ടു. സം, എമൗണ്ട്, തുക, സംഖ്യ. ഐ നോ ലോങ്ങർ ന്യൂ വാട്ട് ഐ വാസ് ഡൂയിങ്. ഞാൻ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് പോലും എനിക്കപ്പോൾ അറിയുമായിരുന്നില്ല. എൻ്റെ മനസാന്നിധ്യമുണ്ടായിരുന്നില്ല. ഞാനാകെ അസ്വസ്ഥനായിരുന്നു. ദ ബാങ്ക് വാസ് ഗോയിങ് റൗണ്ട് ആൻഡ് റൗണ്ട് ബിഫോർ മൈ ഐസ്. എൻ്റെ കണ്ണുകൾക്ക് മുമ്പിൽ ആ ബാങ്ക് കെട്ടിടം ഇങ്ങനെ കറങ്ങുന്ന പോലെയാണ് എനിക്ക് തോന്നിയത്. ഈസ് എ ഡെപ്പോസിറ്റഡ്? ഐ ആസ്ക്ഡ് നെർവസ്ലി. വീണ്ടും അസ്വസ്ഥനായിക്കൊണ്ട് ഞാൻ ചോദിച്ചു, പണം നിക്ഷേപിച്ചുവോ? ഞാൻ ചോദിച്ചു. ഇറ്റ് ഈസ്, സെഡ് ദി അക്കൗണ്ടൻറ്റ്. യെസ്, ഇറ്റ് ഈസ് ഡെപ്പോസിറ്റഡ്. താങ്കളുടെ പണം ഇപ്പോൾ ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞു, അക്കൗണ്ടൻറ്റ് മറുപടിയും പറഞ്ഞു. ദെൻ ഐ വാണ്ട് ടു ഡ്രോ എ ചെക്ക്. എങ്കിൽ എനിക്കൊരു ചെക്ക് എഴുതി അല്പം പണം പിൻവലിക്കണം. ഐ വാണ്ട് ടു ഗെറ്റ് ബാക്ക് സം മണി. കുറച്ച് പണം എനിക്കൊരു ചെക്ക് എഴുതി പിൻവലിക്കണം, ഞാനും പറഞ്ഞു. മൈ ഐഡിയ വാസ് ടു ഡ്രോ ഔട്ട് $6 ഓഫ് ഇറ്റ് ഫോർ പ്രസൻറ്റ് യൂസ്. ഞാൻ നിക്ഷേപിച്ച $56 നിന്ന് $6 പിൻവലിച്ച് എൻ്റെ പ്രസൻറ്റ് യൂസ്, അപ്പോഴത്തെ ആവശ്യത്തിന് വേണ്ടി അത് പിൻവലിക്കണമെന്നതായിരുന്നു എൻ്റെ ഐഡിയ. സമൺ ഗവ് മീ എ ചെക്ക് ബുക്ക് ത്രൂ എ ലിറ്റിൽ വിൻഡോ. ഒരു ചെറിയ വിൻഡോയിലൂടെ ഒരു ഉദ്യോഗസ്ഥൻ എനിക്കൊരു ചെക്ക് ബുക്ക് നൽകി. ആൻഡ് സമൺ എൽസ് ബിഗാൻ ടെല്ലിങ് മീ ഹൗ ടു റൈറ്റ് ഇറ്റ് ഔട്ട്. മറ്റൊരാൾ എങ്ങനെയാണ് ചെക്കിൽ എഴുതേണ്ടത് എന്നൊക്കെ എനിക്ക് വിശദീകരിച്ചും തന്നു. ദ പീപ്പിൾ ഇൻ ദ ബാങ്ക് തോട്ട് ദാറ്റ് ഐ വാസ് എ മില്യനർ. അവിടെ കൂടിയിരുന്ന ജനങ്ങൾ, മറ്റ് കസ്റ്റമേഴ്സൊക്കെ കരുതിയത് ഞാനൊരു സമ്പന്നനാണ്, ഒരു കോടീശ്വരനാണ്, മില്യനറാണ് എന്നായിരുന്നു. ഹു ഹാഡ് സംതിങ് റോങ് വിത്ത് ഹിം. അങ്ങനെയുള്ള ഈ മില്യനർക്ക്, ഈ കോടീശ്വരന് ബാങ്കുമായിട്ട് എന്തോ ഒരു പ്രശ്നമുണ്ട്, ക്ലർക്കുമായിട്ട് എന്തോ ഒരു തെറ്റ് പറ്റിയിട്ടുണ്ട് എന്നൊക്കെ ചർച്ച ചെയ്യുന്ന പോലെയാണ് അവരൊക്കെ കണ്ടത്. ഐ റോട്ട് സംതിങ് ഓൺ ദ ചെക്ക് ആൻഡ് ത്രസ്റ്റ് ഇറ്റ് അറ്റ് ദ ക്ലർക്ക്. ഞാൻ ചെക്കിൽ എന്തോ എഴുതിയിട്ട് ത്രസ്റ്റ് ഇറ്റ് ഇൻ അറ്റ് ദ ക്ലർക്ക്, ക്ലർക്കിൻ്റെ നേരെ ആ ചെക്ക് ഞാൻ തള്ളിക്കൊടുത്തു, ആ ചെറിയ വിൻഡോയിലൂടെ. ത്രസ്റ്റ്, പുഷ്ഡ്, ഉള്ളിലേക്ക് തള്ളിക്കൊടുത്തു. ഹി ലുക്ക്ഡ് അറ്റ് ഇറ്റ്. ആ ക്ലർക്ക് ആ ചെക്കിലേക്ക് ഇങ്ങനെ നോക്കി. വാട്ട്?
ആർ യു ഡ്രോയിങ് ഇറ്റ് ഓൾ ഔട്ട് അഗൈൻ? ഇതെന്താ? താങ്കൾ പണം മുഴുവനും പിൻവലിക്കുകയാണോ? ഇപ്പോൾ ഇന്ന് നിക്ഷേപിച്ച അത് മുഴുവനും തിരിച്ചെടുക്കുകയാണോ? ഡ്രോയിങ്, പിൻവലിക്കുക. ഹി ആസ്ക്ഡ് ഇൻ സർപ്രൈസ്. അത്ഭുതത്തോടു കൂടിയാണ് അയാൾ അതെന്നോട് ചോദിച്ചത്. Then I realized that I had written 56 instead of 6. അപ്പോഴാണ് എനിക്ക് ബോധ്യമായത്, ഞാൻ $6 പകരം $56, $56 എന്നാണ് ചെക്കിൽ എഴുതിയിരിക്കുന്നത്. ദി എൻറ്റയർ മണി ഐ ഡെപ്പോസിറ്റഡ്. ഞാനിപ്പോൾ നിക്ഷേപിച്ച കംപ്ലീറ്റ് പണവും. എൻറ്റയർ മണി, കംപ്ലീറ്റ് മണി. ഐ ഫെൽറ്റ് ദാറ്റ് ഐ വാസ് ഡൂയിങ് സംതിങ് അൺറീസണബിൾ. ഞാനും എന്തോ തെറ്റാണ് ചെയ്യുന്നത്, അന്യായമാണ് ചെയ്യുന്നത് എന്ന് എനിക്കും തോന്നി. അൺറീസണബിൾ മീൻസ് ഫൂളിഷ്. എന്തോ ഒരു വിഡ്ഢിത്തമാണ് ഞാൻ ചെയ്തത് എന്ന് എനിക്കും തോന്നി. ഓൾ ദ ക്ലർക്സ് ഹാഡ് സ്റ്റോപ്ഡ് റൈറ്റിംഗ് ടു ലുക്ക് അറ്റ് മീ. അവിടെ ഉണ്ടായിരുന്ന എല്ലാ ഉദ്യോഗസ്ഥരും, എല്ലാ ക്ലർക്സും അവരുടെ എഴുത്തും അവരുടെ ജോലിയൊക്കെ നിർത്തി എൻ്റെ നേരെ നോക്കി. യെസ്, ദ ഹോൾ തിങ്. അതെ, മുഴുവനും ഞാൻ പിൻവലിക്കുകയാണ്. ഞാൻ ആ ക്ലർക്കിനോട് പറഞ്ഞു. യു വിത്ഡ്രോ ഓൾ യുവർ മണി ഫ്രം ദ ബാങ്ക്. നിങ്ങളിപ്പോൾ നിക്ഷേപിച്ച മുഴുവൻ പണവും ബാങ്കിൽ നിന്ന് വിത്ഡ്രോ ചെയ്യുകയാണോ, പിൻവലിക്കുകയാണോ? അയാൾ വീണ്ടും എന്നോട് ചോദിച്ചു. യെസ്, എവരി സെൻറ്റ് ഓഫ് ഇറ്റ്. അതെ, മുഴുവനും, ഓരോ ചില്ലി ക്യാഷും ഞാൻ പിൻവലിക്കുകയാണ്. എവരി പെനി. ആർ യു നോട്ട് ഗോയിങ് ടു ഡെപ്പോസിറ്റ് എനി മോർ? താങ്കളൊന്നും ഇവിടെ നിക്ഷേപിക്കുന്നില്ല? ആസ്ക്ഡ് ദ ക്ലർക്ക് അസ്റ്റോണിഷ്ഡ്. അത്ഭുതത്തോടുകൂടി ആ ക്ലർക്ക് എന്നോട് വീണ്ടും വീണ്ടും ചോദിച്ചു. അസ്റ്റോണിഷ്ഡ്, സർപ്രൈസ്ഡ്, ആശ്ചര്യപ്പെട്ടുകൊണ്ട്. നെവർ. ഇല്ല, ഒരിക്കലും ഇനി ഇവിടെ നിക്ഷേപിക്കുന്നില്ല എന്ന് ഞാൻ മറുപടിയും പറഞ്ഞു. ഐ ഹാഡ് നോ എക്സ്പ്ലനേഷൻ ഫോർ മൈ ഫൂളിഷ് ബിഹേവിയർ. ഞാൻ ചെയ്തത് ഒരു വിഡ്ഢിത്തമാണ് എന്നെനിക്കറിയാം. ആ ഫൂളിഷ് ബിഹേവിയർ, വിഡ്ഢിത്തം നിറഞ്ഞ ആ പെരുമാറ്റത്തിന് വിശദീകരണം കൊടുക്കാൻ എനിക്കുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാനൊരു ട്രിക്ക് ഉപയോഗിച്ചവിടെ. സിൻസ് ഐ ഹാഡ് നത്തിങ് ടു ഡു, മറ്റൊന്നും ചെയ്യാനില്ലാത്തത് കൊണ്ട്, ഐ ആക്റ്റഡ് ലൈക്ക് എ മാൻ വിത്ത് എ ഫിയർഫുള്ളി ക്വിക്ക് ടെമ്പർ. ഞാനൊരു വിഡ്ഢിയാണെന്ന് അവർക്ക് തോന്നാതിരിക്കാൻ ഞാനൊരു വലിയ ദേഷ്യക്കാരനാണ്, കണിശക്കാരനാണ് എന്ന് ഞാൻ അഭിനയിക്കാൻ ശ്രമിച്ചു. ഐ ആക്റ്റഡ്, ഞാൻ അഭിനയിച്ചു. ലൈക്ക് എ മാൻ വിത്ത് എ ഫിയർഫുള്ളി ക്വിക്ക് ടെമ്പർ. ക്വിക്ക് ടെമ്പർ, വളരെ പെട്ടെന്ന് ദേഷ്യം പിടിക്കുന്ന, ആംഗ്രി മൂഡിലാണെന്ന് ഞാൻ അഭിനയിച്ചു, ഒന്ന് ഫലിപ്പിക്കാൻ ശ്രമിച്ചു. ദ ക്ലർക്ക് ഗേവ് ദ മണി ടു മീ ആൻഡ് ഐ റഷ്ഡ് ഔട്ട്. അവസാനം ക്ലർക്ക് എൻ്റെ മുഴുവൻ പണവും എനിക്ക് തിരിച്ചു നൽകി. ഞാൻ അതും കൊണ്ട് റഷ്ഡ് ഔട്ട്, പുറത്തേക്ക് കുതിച്ചു. ആസ് ദ ബിഗ് ഡോർ സങ് ബിഹൈൻഡ് മീ. ബാങ്കിൻ്റെ പുറത്തേക്കുള്ള വാതിൽ, ഞാൻ പുറത്തിറങ്ങി, എൻ്റെ പിറകെ റൊട്ടേറ്റഡ്, അത് കറങ്ങി അടഞ്ഞപ്പോൾ, സ്വങ്, റൊട്ടേറ്റഡ്, വാതിൽ കറങ്ങി അടയുന്ന ആ സന്ദർഭത്തിൽ, I could hear the echo of a roar of laughter that went up to the ceiling of the bank. ബാങ്കിൻ്റെ മേൽക്കൂര, അതിൻ്റെ സീലിംഗ് വരെ പ്രകമ്പനം കൊള്ളുന്ന രൂപത്തിൽ ആളുകളുടെ പൊട്ടിച്ചിരിയുടെ അലർച്ചാ ശബ്ദം എനിക്ക് കേൾക്കാൻ കഴിഞ്ഞു. ഇയാൾ എന്തൊരു വിഡ്ഢിയാണ് എന്ന രൂപത്തിൽ എന്നെ പരിഹസിച്ചുകൊണ്ട് ബാങ്ക് ഉദ്യോഗസ്ഥരും അവിടെ കൂടിയിരുന്ന മറ്റു ജനങ്ങളും എന്നെ പരിഹസിച്ച് ചിരിക്കുന്നതിൻ്റെ അലർച്ച, റോർ, ലൗഡ് നോയ്സ്, അതിൻ്റെ എക്കോ, പ്രകമ്പനം എനിക്ക് പുറത്തേക്ക് കേൾക്കാൻ കഴിഞ്ഞു. സിൻസ് ദെൻ, ഈ സംഭവത്തിന് ശേഷം, ഐ ബാങ്ക് നോ മോർ. ഞാൻ പിന്നെ ബാങ്ക് ഇടപാടുകൾ നടത്തിയിട്ടില്ല. ഐ കീപ് മൈ മണി ഇൻ ക്യാഷ് ഇൻ മൈ ട്രൗസേഴ്സ് പോക്കറ്റ്. എൻ്റെ പണമൊക്കെ ഞാൻ ക്യാഷായി തന്നെ എൻ്റെ പാൻസ് പോക്കറ്റിൽ സൂക്ഷിക്കാറാണ് പതിവ്. ആൻഡ് മൈ സേവിങ്സ് ഇൻ സിൽവർ ഡോളേഴ്സ് ഇൻ എ സോക്ക്. അഥവാ ഡോളർ, സിൽവർ ഡോളേഴ്സ് എന്ന് പറഞ്ഞാൽ കോയിൻസ്, ഡോളർ കോയിൻ രൂപത്തിലുള്ള നാണയങ്ങൾ, അത് ഞാനൊരു സോക്ക്, എൻ്റെ സോക്സിലും കെട്ടിവെക്കും. ഈ രൂപത്തിലാണ് ഞാൻ പിന്നെ പണമൊക്കെ സൂക്ഷിച്ചത്. ഒരിക്കലും പിന്നെ ബാങ്ക് ഇടപാടിന് പോയിട്ടില്ല. സ്റ്റീഫൻ ലീകോക്ക് ഓൾറെഡി നെർവസ് ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ നെർവസ്നെസ്, അടക്കാനാകാത്ത, നിയന്ത്രിക്കാൻ കഴിയാത്ത ആ മാനസിക വിഭ്രാന്തിയിൽ അദ്ദേഹം ഒരു അബദ്ധം കൂടെ ചെയ്തു. $6 എന്നതിന് പകരം $56 എന്ന് ചെക്കിലെഴുതി. എന്നാൽ ഈ അബദ്ധം തിരുത്താനുള്ള മാനസിക ധൈര്യം അദ്ദേഹത്തിനുണ്ടായില്ല. അദ്ദേഹം അതിൽ തന്നെ ഉറച്ചു നിന്നു. പിന്നീട് താനൊരു ക്വിക്ക് ടെമ്പേർഡ്, വളരെ പെട്ടെന്ന് ദേഷ്യം പിടിക്കുന്ന ഒരാളാണ് എന്നൊക്കെ അഭിനയിച്ച് ഫലിപ്പിക്കാനും ശ്രമിച്ചു.
ഏതായാലും വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു ബാങ്ക് ഇടപാടിൽ അദ്ദേഹം ഒരു പരിഹാസപാത്രമായി മാറി. രസകരമായ ഈ കഥ വിശദീകരിച്ചത് വിദ്യാർത്ഥികൾക്ക് ഇഷ്ടപ്പെട്ടിരിക്കും, വ്യക്തമായി മനസ്സിലായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. ഇത്തരത്തിൽ ഉപകാരപ്രദമായ വീഡിയോസ് തുടർന്നും ലഭിക്കാൻ ഇംഗ്ലീഷ് എജുസ്പോർട്ട് എജു വീഡിയോ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഉപകാരപ്പെട്ട വീഡിയോസ് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. അതോടൊപ്പം നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.